ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിൽ ചെയ്യുന്നത് നമ്മുടെ പഴയ കാലത്തെ ക്ലോക്കില്ലേ, ആൻറ്റിക് ക്ലോക്കാണ് കേട്ടോ. നമ്മൾ പെൻഡുലം ക്ലോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേസ് കോട്ട് ബ്ലാക്ക് കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ് എന്ന് പറയുന്നത് എമൽഷൻ പെയിൻ്റ് ആണ്. നമ്മൾ ചുമരും അടിക്കുന്ന പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്രൈലിക് കളറോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ജെസ്സോ ഒക്കെ അടിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറ് ഇങ്ങനെ തൊട്ട് കൂട്ടാൻ മാത്രം തന്നെ ഉള്ളൂ. ഇങ്ങനെ ബേസ് കോട്ട് അടിക്കാനില്ല. അത് കാരണം കൊണ്ട് നമ്മൾ ഇതേപോലെ എമൽഷൻ പെയിൻ്റാണ്. നല്ല പെയിൻ്റാണ്, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു പോരുന്നൊന്നുമില്ല, നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇത് പഴയൊരു വാച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലേഡീസിൻ്റെ വാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലത് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ചില്ലൊന്നും കിട്ടിയില്ല. നമുക്ക് ഇതേപോലത്തെ ഈ നമ്പേഴ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ലേഡീസ് വാച്ചൊക്കെ വട്ടത്തിൽ നല്ല നമ്പേഴ്സൊക്കെ ഉള്ള ചില്ലോട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ബോർഡർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൽ ഈ ഒരു ഈ കുപ്പിക്ക് തന്നെ ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിൽ ചതുരത്തിലുള്ള ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചട്ടയാണ് കേട്ടോ, ചട്ടപ്പെട്ടിയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇതേപോലെ ഈ ക്ലോക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അവിടെ ഒരു ഗ്യാപ്പും പിന്നെ നമ്മൾ പെൻഡുലം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പും, അങ്ങനെ 2 ഗ്യാപ്പ് വിട്ടിട്ട് ആ കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. അത് നമ്മളിങ്ങനെ ചില്ല് പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് കാർഡ്ബോർഡിൻ്റെ കുറച്ചുകൂടി കട്ടിയുള്ള ഒരു പീസാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ 4 ബോർഡർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ആ ബോർഡർ, കാർഡ്ബോർഡിൻ്റെ ബോർഡറായിട്ട് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളത് ഒട്ടിക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെഗാക്യുക്കും സൂപ്പർ ഗ്ലൂ ഒക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ച് നോക്കി നോക്കുക. നമ്മളിങ്ങനെ വെട്ടിയെടുത്ത ഫ്രെയിം ഇതിലേക്ക് കറക്റ്റ് പാകമല്ലേ എന്ന് നോക്കി നോക്കുക. അപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് പെൻഡുലം വെച്ച് നോക്കി കൊടുക്കണം. അത് നമ്മൾ ഇതേപോലെ കട്ടി കുറഞ്ഞ ബുക്കിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ ബുക്കിൻ്റെ നമ്മുടെ ഡ്രസ്സിൻ്റെ ചട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴയ കാലത്തെ ക്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു കളറാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് വൈറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെൻഡുലത്തിന് ഗോൾഡൻ കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഇതേപോലെ ഫ്രെയിം നമ്മൾ ഇത്രയ്ക്കും മതി. നമ്മൾ സാധാരണ ലേഡീസ് വാച്ച് ഒട്ടിച്ചിട്ട് പെൻഡുലം അതിനോട് ചേർത്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ കളർ ചെയ്ത് ഇതേപോലെ ഒരു ഫ്രെയിം വെച്ചാലും അത് പണ്ടത്തെ മോഡൽ ആൻറ്റി ക്ലോക്ക് തന്നെയാണ് കേട്ടോ. അതല്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊരു പ്രത്യേക വേറൊരു മോഡലാണെന്ന് മാത്രം. നമ്മളത് ഇതേപോലെ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് പെയിൻറ്റ് നേരിട്ട് അടിച്ചു കൊടുത്താൽ മതി, ഈ ഒരു കളറ് പെയിൻറ്റ് കിട്ടും. പിന്നെ നമ്മൾ ലെറ്റേഴ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെൻഡുലത്തിന് നമ്മൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കും റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്ത വർക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ ഫ്രെയിം വെച്ച് നോക്കുക. ഫ്രെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എവിടേക്കാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമുക്ക് ഡാർക്കൻ ആക്കേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ലൈറ്റൻ ചെയ്യേണ്ടത് എവിടെയാണെന്നൊക്കെ നമുക്ക് ഒരുവിധം മനസ്സിലാവും. അപ്പോൾ അതേ നമ്മൾ ഉള്ളിലൊക്കെ ഫുള്ള് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഴയ കാലത്തെ ക്ലോക്കുകൾ പറയുമ്പോൾ ബ്ലാക്ക്, ഇതേപോലത്തെ ഒരു നല്ലൊരു മരത്തിൻ്റെ കളറ്, ബ്രൗൺ കളറ്, അങ്ങനെ പല കളേഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കടകളൊന്നും തുറക്കണമില്ല, നമുക്കത് കിട്ടാനുമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കളറൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ഫുള്ള് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഫ്രെയിമിനും കുപ്പിക്കൊക്കെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് കളറ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതേപോലെ മുകളിൽ ഒരു കോട്ട് റെഡ് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ തന്നെ ഈ ഒരു ടെക്സ്ചറും കിട്ടും. പിന്നെ അതൊരു വുഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ പോലെയൊക്കെ ഉണ്ട് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ അങ്ങനെ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ള് അടിച്ചു കൊടുത്തു. പിന്നെ ഇനി ഹൈലൈറ്റ് ചെയ്യാനുള്ളിടത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഒട്ടിച്ചതിൻ്റെ അവിടെയൊക്കെ വെള്ള കളർ കാണുന്നുള്ളിടത്തൊക്കെ ചെയ്യുക. ഇത് പൈപ്പിംഗ് ത്രെഡാണ്. അത് വെച്ചിട്ട് മുകളിൽ ഇതേപോലെ ഒരു ഡിസൈൻ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ.
അപ്പം ഇനി ഇതിനും അതേ ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട് റെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആൻറ്റിക് മോഡലിൽ. നമ്മുടെ ലേഡീസ് ചില്ലോട് കൂടിയിട്ടുള്ള വാച്ച് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോക്കിൻ്റെ അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ചെയ്യാം. അങ്ങനെ ഇനി ഒട്ടിച്ച് കൊടുത്താലും വിരോധമൊന്നുമില്ല. അതൊരു ഫിനിഷിങ് ഉണ്ടാവും. നമുക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾക്ക് ക്ലോക്കിനൊക്കെ ഒരു കവർ പുറത്ത് ഇങ്ങനെ തുറക്കാനും ഇങ്ങനത്തെ മോഡൽ ക്ലോക്കിനൊക്കെ തുറക്കാനൊക്കെ ഒരു വാതിൽ പോലെ അതിനൊക്കെ ചില്ലൊക്കെ ഉണ്ടാവും. അതേമാതിരിയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഡിസൈൻ വർക്കുകളാണ്. പെയിൻറ്റ് വെച്ചിട്ട് എന്ത് ഡിസൈൻ വർക്കുകൾ നമുക്ക് ഗോൾഡൻ ഉപയോഗിച്ചിട്ട് വൈറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൗൾഡിറ്റ് ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് ഓരോ ഡിസൈനുകൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ക്ലേ ഒന്നും ഉപയോഗിക്കാണ്ട് ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് എന്ന് പറയണത്. ഞാനിതൊരു 3 മണിക്കൂറിനുള്ളിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സാധനം കാർഡ്ബോർഡ്, പഴയൊരു വാച്ച്, പിന്നെ പെയിൻറ്റും ഇതൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ വർക്ക് ഒരു ആൻറ്റിക് ക്ലോക്ക് നമുക്ക് കുപ്പിയിൽ ചെയ്തെടുക്കാം. പിന്നെ അതേ അടിയിൽ മുകളിൽ ഇതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ വുളൻ നൂല് നമ്മൾ ചുറ്റി കൊടുത്തിട്ട് അതിന് ബ്ലാക്ക് കളർ അടിച്ച് കൊടുത്തതാണ്, ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയണത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഭംഗിയിൽ ഇഷ്ടമായോ? നിങ്ങൾക്ക് അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയണം. ഈസിയാണ്, എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ട്രൈ പിക്കൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.